ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങാത്ത ഞാൻ പറഞ്ഞു ഇതിന്റെ വീഡിയോന്റെ റെക്കോർഡിങ്ങിന്റെ ക്ലാരിറ്റി ഞാൻ കാണിച്ചു തരാം. വേണ്ടോ കൈ എങ്ങനെ കഴിഞ്ഞാലും വെള്ളത്തിൽ കൂടി ഒലിക്കുന്ന മാതിരി ഒലിക്കുന്ന അടിപൊളി സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അതാണ് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ഫോണിന്റെ നമ്മൾ ഓഫർ വെക്കുന്ന റേറ്റ് എത്ര അറിയോ? വെറും 52,000 രൂപ. ജസ്റ്റ് വീഡിയോ കാണുക, ലൈക്ക് അടിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാം, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മൊബിക്കോന്റെ വക 5 പേർക്ക് കിണ്ണം കാച്ചിയ ഗിഫ്റ്റ് ആണ് നൽകാൻ പോകുന്നത്. അടുത്ത വീഡിയോയിൽ ആരാണ് വിജയികൾ എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും. മാസം ലാസ്റ്റത്തേക്ക് ഇന്ത്യക്ക് ലോഞ്ചിങ്ങിന് പ്രതീക്ഷ നിൽക്കുന്ന ഒരു സാധനം ഐഫോണിന്റെ എല്ലാ മോഡലും 13, 14, 15, 16, 17 വരെ. ഇനി പ്രോ സീരീസിലാണ് 13, 12 പ്രോ മുതൽ 13 പ്രോ, 14 പ്രോ, 15 പ്രോ, 16 പ്രോ, 17 പ്രോ സെക്കൻഡ് വരാനാവുന്നേ ഉള്ളൂ കേട്ടോ. എല്ലാ മോഡലും ഇതാ 13, 14, 15 ഒക്കെ സെക്കൻഡ് ലൈറ്റ് യൂസ്ഡുകൾ കമ്പനി വാറണ്ടിയിലില്ലാത്ത വെച്ചിട്ട് എല്ലാ മോഡലും എല്ലാ കളറിലും പൊട്ടിക്കാത്തായിരിക്കും കസ്റ്റമർക്ക് വരിക, പൊട്ടിക്കുക കൊണ്ടുപോവാ. 1,20,000 രൂപ വരെ വരുന്ന മുതലാണിത്. കൊടുക്കുന്ന റേറ്റ് 65,000 രൂപ. 65,000 രൂപ. നോൺ ആക്റ്റീവ് പീസ് ആണ്, യൂസ്ഡ് അല്ല, നോൺ ആക്റ്റീവ് പീസ്. 6 GB റാമും 64 GB സ്റ്റോറേജും 8,500. 4 കിലോമീറ്റർ വരെ സൂമിങ് കിട്ടുന്ന മുതല്. ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മോട്ടോർ വാഹന വകുപ്പിനാണ്. ഇത് പിക്സലിന്റെ ഫോൾഡ്, അതൊരു സാധാരണക്കാരന് സ്വപ്നം കാണാൻ പറ്റാത്ത പിക്സലിന്റെ ഫോൾഡ്. 1,80,000 രൂപയാണ് ഇതിന്റെ പുതിയ റേറ്റ് വരുന്നത്. യൂസ്ഡ് അല്ല, നമ്മളിന്ന് വീഡിയോക്ക് വേണ്ടിട്ട് ബോക്സ് ഇപ്പൊ പൊട്ടിച്ചിട്ടുള്ള ഫോണ് നിങ്ങൾ സിം ഇടുമ്പോൾ നിങ്ങൾക്ക് 1 വർഷത്തെ വാറണ്ടിയിൽ കിട്ടും. ഇത് സിംഗിൾ സിം ആണ് വരുന്നത്. ഇതിന് വരുന്ന റേറ്റ് വെറും 9 രൂപ. ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി, താഴെ കൊടുവള്ളി സിറാജ് ബൈപ്പാസിന്റെ തുടക്കത്തിൽ തന്നെയാണ്. അതല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ കൊടുവള്ളി മൊബിക്കോ വരുന്നത്. 88 രൂപ. 88,000 രൂപക്ക്. ഇത് ഏതാ സാധനം? ഏതാ? S25 അൾട്ര. ഇത് പുതിയ റേറ്റ് വരുന്നത് 26,000 രൂപ. നമ്മൾ കൊടുക്കുന്നത് വെറും 12 രൂപയ്ക്ക്. 90,000 രൂപ വന്ന മുതൽ ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് 32,000 രൂപ. 1 അല്ല 2 അല്ല 3 ഗിഫ്റ്റ് ആണ് ഇവിടുന്ന് വാങ്ങുന്ന ഏത് ഫോണിന്റെ കൂടെയും കൊടുക്കാൻ പോകുന്നത്. ജസ്റ്റ് ബോക്സ് ഓപ്പൺ പീസ് ആണ്. 9,000 രൂപക്കാണ് ദേ ടാബ് കൊടുക്കുന്നത്. യൂസ്ഡ് ഫോണുകളുടെ ലോകം എന്നറിയപ്പെടുന്ന മൊബിക്കോയിലേക്ക് വന്നിരിക്കുകയാണ്. മൊബിക്കോയില് ഫസ്റ്റ് വീഡിയോ തുടങ്ങാൻ പോവാല്ലേ? തുടങ്ങാൻ പോവാണ്, വെടിക്കെട്ട് നടത്താൻ പോവാണ്. ഒരു അത്ഭുതപ്പെടുത്തുന്ന ലോകം, അതായത് സെക്കൻഡ് ഹാൻഡ് ഫോണുകളുടെ ഒരു കലവറ ഇതുവരെ കാണാത്ത ഒരുപാട് മോഡലുകള്. അതെ, അതിന്റെ പ്രൈസ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഉള്ളേ കേറിയിട്ട് പറയാം. ഷമീറാക്ക എത്താപ്പോ ഇതൊക്കെ കാണുന്നത്? അതായത് പിക്സലിന്റെ ഫോണുകള് നമ്മളിപ്പോ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പിക്സലിന്റെ മുകളിലാണ്. പിക്സല് 1 അല്ല 2 അല്ല 10 അല്ല, കണ്ണ് തള്ളി പോകുന്ന മോഡലുകളും കളക്ഷനും 200ന്റെ മോളില് പീസ് നമ്മളടുത്ത് ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട്. ഇത് കണ്ടാ മനസ്സിലാകും 200-ൽ കൂടുതൽ. കൗണ്ടർ ആ ഫുള്ളായിട്ട് കിടക്കുന്ന പിക്സല് ഇതിന്റെ മുകളിൽ കിടക്കുന്നുണ്ട്. ഇവിടെ വന്നിക്കുകയാണെങ്കിൽ ഈ കൗണ്ടറും ഫുള്ളായിട്ട് പിക്സല്. ഇനി ഇവിടേക്കും ചാടിക്കുന്നു. ഇതുണ്ട്. അതെ, ഇനി 2 കൗണ്ടർ കൂടി ആ കൗണ്ടറിന്റെ പകുതി ആയിട്ടുണ്ട്. ഇനി ഒരു കൗണ്ടർ കൂടി അങ്ങോട്ട് എസ് സീരീസും ആയിട്ട് സാംസങ്ങിന്റെ ഒക്കെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ മൊബിക്കോയില് ഈ കൗണ്ടറുകൾ ഫുള്ളായിട്ട് എനിക്ക് തോന്നുന്ന കൗണ്ടറുകളല്ല, ഈ ഫ്ലോർ മൊത്തത്തിൽ ഇനിയിപ്പോ പിക്സൽ ആക്കാൻ സാധ്യതയുണ്ട്. കാരണം പിക്സലിൽ ഇത്രത്തോളം കളക്ഷൻ ഉണ്ട് എന്നുള്ളത് ഇതേ ഇവിടെ വന്നാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിക്സലിന്റെ കളക്ഷനിലെ കൊടുവള്ളി മൊബിക്കോയിലാണ്. അത് ഞാൻ മാറ്റി പറയാണ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പിക്സലിന്റെ കളക്ഷൻ എവിടെയുള്ളതെന്ന് വെച്ചാൽ അത് മൊബിക്കോയിലായിരിക്കും. പിക്സലിന്റെ ഫോൾഡ്, അതൊരു സാധാരണക്കാരന് സ്വപ്നം കാണാൻ പറ്റാത്ത പിക്സലിന്റെ ഫോൾഡ്. അതായത് സാധാരണക്കാരന് വാങ്ങാൻ സാധിക്കില്ല എന്ന് തെളിയിച്ച സാധനമാണിത്. പക്ഷെ മൊബിക്കോ സാധിച്ചു കൊടുക്കും. അതെ, പുതിയ പ്രൈസ് വരുന്നുണ്ടല്ലോ 1,80,000 രൂപയാണ് ഇതിന്റെ പുതിയ റേറ്റ് വരുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങാത്ത ഞാൻ പറഞ്ഞു ഇതിന്റെ വീഡിയോന്റെ റെക്കോർഡിങ്ങിന്റെ ക്ലാരിറ്റി ഞാൻ കാണിച്ചു തരാം. വേണ്ടോ കൈ എങ്ങനെ കഴിഞ്ഞാലും വെള്ളത്തിൽ കൂടി ഒലിക്കുന്ന മാതിരി ഒലിക്കുന്ന അടിപൊളി സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അതാണ് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു ഫോണിന്റെ പ്രത്യേകത. ആവശ്യമില്ല. ഫോൾഡ് ഫോണിന് ക്യാമറ വീഡിയോ റെക്കോർഡിംഗ് വലിയ ക്ലാരിറ്റി ഉണ്ടാവില്ല. പിക്സലിന്റെ ഈ ഒരു ഫോൾഡിന്റെ കാര്യത്തിലുണ്ടല്ലോ ഒരു രക്ഷയില്ല, നല്ല അടിപൊളി ക്യാമറയും വീഡിയോ. അല്ല പിക്സൽ പിന്നെ ഏതൊരു ഫോൺ ആയിക്കോട്ടെ, ബേസിക് മുതൽ മുകളിലേക്ക് ഏത് ഫോൺ ആയിക്കോട്ടെ, ക്യാമറ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വരുത്താത്തൊരു മുതലാണ്. 12 GB റാമും വരുന്നുണ്ട്, 256 GB സ്റ്റോറേജും വരുന്നുണ്ട്. ഇതിന്റെ പ്രൈസ് ആണ് ഏറ്റവും ഹൈലൈറ്റ്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്ത സമയത്ത് 30 പീസ് നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു 4 പീസ് കൂടിയ സ്റ്റോക്ക് ബാക്കിയുള്ളൂ. ഇതിന് വരുന്ന പ്രൈസ് 59,900.
അല്ല രണ്ടിലൊരു ഭാഗമല്ല, അപ്പൊ മൂന്നിലൊരു ഭാഗമായി ഭാഗമായിട്ട് കുറച്ച് 1,80,000 ഇന്ത്യൻ മാർക്കറ്റിലുള്ള ഈ പിക്സലിന്റെ ഫോൾഡ് ഫോണ് നമ്മൾ കൊടുക്കുന്നത് വെറും 59,900. ഇന്ത്യയിൽ കിട്ടണമെങ്കിൽ നിങ്ങൾ കൊടുള്ളി മൊബിക്കോയിലേക്ക് വരണം. 1,40,000 റേറ്റ്. ഇപ്പോ ഫ്ലിപ്കാർട്ടിൽ ഓഫറിൽ വെക്കുന്ന റേറ്റ് 1,00,000 രൂപയാണ്. 1 ഇയർ വാറണ്ടിയിൽ മൊബിക്കോയിൽ കൊടുക്കുന്ന റേറ്റ് 88,000. കസ്റ്റമർക്ക് ഒരു സംശയം ഉണ്ടാവും ഇത് യൂസ്ഡ് ആണോ എന്നുള്ളത്. യൂസ്ഡ് അല്ല, നമ്മൾ ഇന്ന് വീഡിയോക്ക് വേണ്ടിട്ട് ബോക്സ് ഇപ്പൊ പൊട്ടിച്ചിട്ടുള്ളൂ. ഫോണ് നിങ്ങൾ സിം ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരു വർഷത്തെ വാറണ്ടിയിൽ കിട്ടും. ആക്ടിവേഷൻ എപ്പോഴാണോ ചെയ്യുന്നത് അപ്പൊ മുതൽ വാറണ്ടി ചാലു ആവും. 88,000 പിക്സൽ 9 Pro ഫോൾഡിന്റെ മൊബിക്കോന്റെ പ്രൈസ്. ഇപ്പൊ ഫ്ലിപ്കാർട്ട് ആമസോണിൽ ചെക്ക് ചെയ്യാം. ഓഫറിൽ 1,00,000 റേറ്റ്. നമ്മൾ റേറ്റ് 88,000 രൂപക്ക്. ഷോമിന്റെ സാധനം കാണിച്ചിട്ടോ. ഇതെന്താ ഫോണല്ലേ? ഫോൺ തന്നെയാണോ? കമ്പനി അടുത്ത മാസം ലാസ്റ്റത്തേക്ക് ഇന്ത്യക്ക് ലോഞ്ചിങ്ങിന് പ്രതീക്ഷ നിൽക്കുന്ന ഒരു സാധനം. അപ്പൊ ലോഞ്ച് ചെയ്തിട്ടില്ല ഇന്ത്യയിൽ ഇതുവരെ. അത് ലോഞ്ച് ചെയ്തിട്ടില്ല. ഷവോമിന്റെ 15S Pro. കമന്റ് പറയുന്നതൊക്കെ നോക്കി പറയുന്ന മോഡൽ പറഞ്ഞാ ഷവോമിന്റെ 15S Pro. അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കണമെങ്കിൽ അല്ല പൊന്നാരാ, ഇത് നമ്മള് SLR ഉള്ള ക്യാമറന്റെ ഒക്കെ ലെൻസ് പോലെ തോന്നുന്നുണ്ടല്ലോ. ആ ലെൻസിനാണ് അതിൽ വരുന്നത്. ലേക്കിന്റെ ക്യാമറ ആണ് വരുന്നത്. ഇതിന്റെ ചാർജർ ജസ്റ്റ് ഒന്ന് കൈപിടിച്ചു നോക്കി ഇതിന്റെ ക്വാളിറ്റി മനസ്സിലാവണമെങ്കിൽ. പിന്നെ അതിനൊരു ഇതൊക്കെ നമ്മൾ കഴുത്തിൽ തൂക്കിയുള്ള ടാഗൊക്കെ കമ്പനി കൊടുത്തു. ഇതൊക്കെ പ്രീമിയത്തിന്റെ അവസാനം മൊബൈൽ വെച്ചിട്ട് നമ്മൾ കഴുത്ത് തൂക്കിയിട വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്തൊക്കെ വെള്ളത്തിൽ ഇറക്കിയാലും കുഴപ്പമില്ല. വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടിട്ട് കമ്പനി കൊടുത്തു. അതിന്റെ കേസാണ്. ഈ കേസിൽ വാട്ടർ പ്രൂഫ് ആയി വെള്ളത്തിൽ മുക്കിയൊക്കെ ചെയ്യാം. മഴത്ത് നനഞ്ഞിട്ടൊക്കെ പോവാം. അപ്പൊ ഇത് വാട്ടർ പ്രൂഫിനും വാറണ്ടി കൊടുക്കുന്നുണ്ടോ? ഇത് ഇന്ത്യയിൽ ലോഞ്ചിങ് ഇല്ല. നമ്മൾ 6 മാസത്തെ വാറണ്ടിയിലാണ് ഇത് കൊടുക്കുന്നത്. മൊബിക്കോന്റെ വാറണ്ടിയാണ് കൊടുക്കുന്നത്. ഇതിന്റെ പുതിയ റേറ്റ് 1,20,000 റേറ്റ്. മൊബിക്കോന്റെ പ്രൈസ് വെറും 69 രൂപ. 69,000 രൂപക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാത്ത മുതലാണ്. ലോഞ്ചിങ് കമ്പനി കൊണ്ടുവരുന്നതിന് മുമ്പേ നമ്മളിവിടെ മൊബിക്കോ കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തു. ഇത് ഞാൻ വന്ന ഉടനെ എന്റെ കണ്ണിലൊടക്കിയ ഒരു മുതലാണ് കേട്ടോ. ഇത് ഞാൻ വിചാരിച്ചത് ഒരു 35-40 രൂപ റേഞ്ച് വരും എന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു ടി മൊബൈൽ എന്ന് മുതലല്ലത്. 5G അല്ലേ വരുന്നത്? ജപ്പാന്റെ പ്രൊഡക്റ്റ് ആണ്. 5G ഫോണാണ്. അപ്പൊ ഇതിന്റെ പ്രൈസും കൂടി കേട്ടാ ഞെട്ടു. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. എത്രക്കാ കൊടുക്കുന്ന മൊബിക്കോ? ഇത് സിംഗിൾ സിം ആണ് വരുന്നത്. ഇതിന് വരുന്ന റേറ്റ് വെറും 9 രൂപ. 9,000 രൂപക്ക് അൺയൂസ്ഡ് ഫോണ്, അതും 5G ആണ്. 9,000 രൂപക്ക് ഇപ്പൊ സ്റ്റോക്ക് ഉണ്ട്. കഴിഞ്ഞാൽ പിന്നെ ഈ റേറ്റിന് കിട്ടുമല്ലോ. പിക്സലിന്റെ 6A ആണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 6A ആണ് തുടങ്ങുന്നത്. റേറ്റ് വരുന്നത് 14,900. പിന്നെ പിക്സൽ 6 Pro 7 ഇങ്ങനെ പിടിച്ചിട്ട് പിക്സൽ ഏതൊക്കെ മോഡൽസ് ഉണ്ട്, കമ്പനി ഏതൊക്കെ ഇറക്കിയിട്ടുണ്ടോ, ഒരുവിധ എല്ലാ മോഡലും മൊബിക്കോയിലുണ്ടാവും. GB എല്ലാ കളറിലും ഇവിടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല, ഇത് വെറുതെ കാട്ടിട്ട് 2-3 കാട്ടിട്ട് ഞങ്ങള് കേരളത്തിലെ നമ്പർ 1 എന്നല്ല, ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ്, വെറുതെ പറയുന്നതല്ല, ചുമ്മാ പറയല്ല, വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഒരു ക്യൂട്ടായിട്ടുള്ള കളർ ഉണ്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ, ലേഡീസിന് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പിങ്ക്. 1,20,000 രൂപ വരെ വരുന്ന മുതലാണിത്. കൊടുക്കുന്ന റേറ്റ് 65,000 രൂപ. 65,000 രൂപ. നോൺ ആക്റ്റീവ് പീസ് ആണ്, യൂസ്ഡ് അല്ല, നോൺ ആക്റ്റീവ് പീസ്. നമ്മൾ വലിയ ലുക്ക് ഇല്ലല്ലോ. നോക്കിയാ ക്ലാരിറ്റി എന്താണ്, പിക്ചർ ക്ലാരിറ്റി നോക്കിയാ, അതിൽ ക്യാമറ കണ്ടോ, നമ്മള് SLR-ലൊക്കെ വരുന്ന ലെൻസ് മോഡലാണ് മുതൽ. നാൻപ്രോ XL ഇതിന്റെ നേരെ വലുതാണ്, നേരെ വലിയ മോഡൽ. ഇതൊക്കെ പുതിയത് 1,20 റേറ്റ് വരുന്നത്, 20 റേറ്റ് വരുന്നതാണ്. 74 നമ്മൾ കൊടുക്കുന്നത്. അത് ക്യൂട്ട് നോക്കിയാൽ. അപ്പൊ ലേഡീസിനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ്. ഏത് കളർ വേണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നിച്ചാൽ മതി അല്ലേ. ഇതിന്റെ എല്ലാ കളറും നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇത് സെയിം സാധനം തന്നെയാണല്ലേ. നാൻപ്രോ XL, നാൻപ്രോ 9 ഉണ്ട്, 9 ഉണ്ട്, നാൻപ്രോ ഉണ്ട്, നാൻപ്രോ XL ഉണ്ട്, 10 ഉണ്ട്. അപ്പോൾ തന്നെ പിക്സൽ 7 Pro ഒക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ പുതിയത് 90 രൂപയ്ക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത മോഡൽ കേട്ടോ. 90,000 രൂപയ്ക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത മുതലാണിത്. അപ്പൊ ഇത് ബോക്സ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിലും സ്റ്റിക്കർ പോലും പൊളിക്കാത്തതാണ്. ഫ്രഷ് സാധനം. മൊബിക്കോ എത്ര കൊടുക്കുന്നത്? 32 രൂപയ്ക്ക്. 32,000 രൂപയ്ക്ക്. 90,000 രൂപ വന്ന മുതൽ ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് 32,000 രൂപ. 32,000 രൂപക്കാണ് കൊടുക്കുന്നത്. നോൺ ആക്റ്റീവ് പീസിലാണ്, ഒന്നും യൂസ്ഡ് അല്ല. യൂസ്ഡ് എന്നാരും വിചാരിക്കുന്നത്. ക്യാമറ സ്റ്റിക്കർ വരെ സ്റ്റിക്കർ പോലും പൊളിച്ചിട്ടില്ല. ക്യാമറന്റെ സ്റ്റിക്കറോ സ്ക്രീൻ ഗാർഡ് പോലും ഇതിൽ നിന്നിട്ട് പൊളിച്ച് മാറ്റാത്ത മുതലാണ്. ഇങ്ങനത്തെ പീസുകളാണ് നമ്മൾ സെക്കൻഡ് ആക്കിയിട്ട് 6 മാസത്തെ വാറണ്ടിയിൽ. ഇതിനൊക്കെ ഫിനാൻസ് വേണ്ടിയൊക്കെ ഫിനാൻസും കൊടുക്കട്ടോ. പിക്സലിന്റെ ഏതൊക്കെ മോഡലുകൾ കാണണമെന്നുണ്ടെങ്കിലും കളർ കാണണമെന്നുണ്ടെങ്കിലും പിക്സൽ ഏതൊക്കെ ഇറക്കിക്കുന്നുള്ളത് കാണണമെന്നുണ്ടെങ്കിലും ഗൂഗിളിലോ ഒന്നും സെർച്ച് ചെയ്യണ്ട, മൊബിക്കോ സെർച്ച് ചെയ്യുക, ഇങ്ങോട്ട് വരിക, ഇവിടെ നോക്കുക. കാണാത്ത പിക്സൽ ഫോൾഡ് വരെ. അതെ, ഇന്ത്യ കാണാത്ത മുതൽ, ഇന്ത്യ പോലും കാണാത്ത മുതൽ.
ഇവിടെ കിടക്കുന്നുണ്ട്. വിളിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉള്ള കാര്യം വിളിച്ചാൽ ഫോൺ എടുക്കൂല, മെസ്സേജ് അറ്റൻഡ് ചെയ്യില്ല. ഈ 2 പരാതിയാണ് നിലവിൽ മൊബിക്കോക്ക് ഉള്ളത്. നമ്മളിപ്പോ വീഡിയോ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി 12 മണി. അതിനത്ര ആളാണ് കേട്ടോ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുക. ഇപ്പൊ 12 മണിക്കാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത്. അപ്പൊ വിളിച്ചിട്ട് കിട്ടാത്തവരൊന്ന് മെസ്സേജ് ഒക്കെ ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇപ്പൊ മൊബിക്കോ താഴത്ത് ആൻഡ്രോയിഡ് ഫോണിന്റെ കളക്ഷൻ ആണ്, മുകളിൽ ഐഫോണിനായിട്ട് മുകളിൽ ഒരു സെക്ഷൻ, ആൻഡ്രോയിഡിനായിട്ട് താഴെ ഒരു സെക്ഷൻ. ഇത് രണ്ടിന് നമ്മൾ 2 സെപ്പറേറ്റ് നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് നമ്മൾ നമ്പറും കൊടുക്കാം, ഐഫോണ് ടാബിന് നമ്പർ കൊടുക്കാം. ഇത് നിങ്ങൾ വിളിച്ചോളി, മെസ്സേജ് അയച്ചോളി. അന്നപ്പം കിട്ടിയില്ലെങ്കിലും മറുപടി തന്നിരിക്കും, കിട്ടിയിരിക്കും. അതെ, അതാണ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളി, താഴെ കൊടുവള്ളി സിറാജ് ബൈപ്പാസിന്റെ തുടക്കത്തിൽ തന്നെയാണ്. അതല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ കൊടുവള്ളി മൊബിക്കോ വരുന്നത്. നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. നമ്മുടെ ആപ്ലിക്കേഷൻ ഉടൻ തന്നെ ലോഞ്ചിങ് ആവും. മൊബിക്കോന്റെ പേരിൽ ആപ്ലിക്കേഷൻ വരുന്നത് വെയിറ്റിംഗിലാണ്. അതെ, കസ്റ്റമർ കെയർ ഓഫീസ് കാര്യങ്ങൾ താഴെ അങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ചനുള്ളിൽ കസ്റ്റമർ കെയറും ഒരു 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ ആപ്ലിക്കേഷനും സെറ്റ് ആവും. അപ്പൊ അതിനുശേഷങ്ങളെല്ലാം എല്ലാ പരാതികളും നമ്മൾ തീർത്തിരിക്കും. ചെറിയ മോഡൽ പോക്കോന്റെ M2 കുറച്ച് പഴയ മോഡലാണ്, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള മോഡൽ. 5G ആണോ വരുന്നത്? ഇത് 4G ആണ് വരുന്നത്. 6GB റാമും 64GB സ്റ്റോറേജും 8500 രൂപക്ക് ആരും യൂസ് ചെയ്യാത്ത പുതിയ ബോക്സ് പീസ് ആണ്. 8500 രൂപക്കാണ് ഇത്. 15 അൾട്രാ ബോക്സ് പീസ് 10 മാസം വാറണ്ടി ഉണ്ടാവും. 120 പുതിയ റേറ്റ് വരുന്നത്. ഇതിന്റെ ക്യാമറ ഒക്കെ കണ്ടു, മറ്റേ ഈ ഒരു ലുക്ക് കണ്ടിട്ട് പണ്ടത്തെ ഒരു ക്യാമറ തോന്നുന്നുണ്ട്. ലേക്കിന്റെ ക്യാമറ ആണ് വരുന്നത്. 15 അൾട്രാ പ്രീമിയം ഫോണാണ്. 4 കിലോമീറ്റർ വരെ നമുക്ക് സൂം ചെയ്ത് ഫോട്ടോ എടുക്കാം. ഇതോ അതില് 4 കിലോമീറ്റർ സൂം ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ കഴിയുന്ന മുതലോ. പിന്നെ വരുന്ന റേറ്റ് എത്ര അറിയോ? 78,000 രൂപ. ഞാൻ ആദ്യം ഇത് സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും അറിയോ, മോട്ടോർ വാഹന വകുപ്പിനാ. MVDക്ക് ഭയങ്കര ഉപകാരപ്പെട്ട മോഡൽ വന്നിട്ടുണ്ട്, ഇവിടെ വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ട്, വാങ്ങി അവർക്കാണ് ഏറ്റവും ഉപകാരപ്പെട്ട വരുന്നുണ്ട്. അതുപോലെ സോണിന്റെ ഫോണുകള്, ഇങ്ങനത്തെ പ്രീമിയം ഫോണുകളൊക്കെ വാങ്ങിക്കൊണ്ടുപോകും. 4 കിലോമീറ്ററോ വരെ സൂമിങ്, 4 കിലോമീറ്റർ വരെ സൂമിങ് കിട്ടുന്ന മുതല് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മോട്ടോർ വാഹന വകുപ്പിനാണ്. ഇനി ഏതെങ്കിലും വണ്ടി നിർത്താതെ കൈ കാണിച്ചിട്ട് നിർത്താതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വണ്ടി എടുത്ത് പിന്നാലെ പോകണ്ട, ജസ്റ്റ് ഈ ഫോൺ എടുക്കുക, സൂം ചെയ്ത് കൊടുക്കുക. ഇത് ഷെയ്ക്ക് പോലും വരുന്നില്ലല്ലോ. ഫുൾ സൂം ചെയ്താലും നല്ല ക്ലാരിറ്റി ഉണ്ടാവും. എത്ര പോയിന്റ് അറിയോ? ഒരുപാട് പോയിന്റ്. ഇത് എത്ര പ്രൈസ് വരുന്നത്? വെറും 78 രൂപ. 78,000 രൂപക്കോ? 120 പുതിയ റേറ്റ്. 78 രൂപ നമ്മൾ കൊടുക്കുന്നത്. 10 മാസം കമ്പനി വാറണ്ടി ഉണ്ട്. 42,000 രൂപ കേട്ടോ. അതിന്റെ നേരെ തന്നെ ഇത് അത്ര സൂമിങ് കിട്ടുമോ? അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൂമിങ് കിട്ടും. ഇനി നമ്മൾ വിവോന്റെ ഈ ദീപാവലിക്ക് വന്ന മോഡലാണ് വിവോന്റെ V60. 200 മെഗാ പിക്സൽ ക്യാമറ, അതേപോലെ 6500 mAh ബാറ്ററി വരുന്ന ഫോണാണ്. ഐഫോൺ എത്ര വരുന്ന? 5000. ഐഫോണൊക്കെ 2000 വരുന്നുള്ളൂ. കുറ്റം പറയണ്ട, കുറ്റം പറയുന്നില്ല, പൊങ്കാലിടൂലേ. അപ്പം 6500 mAh വരുന്ന വിവോന്റെ V60E, അതായത് ദീപാവലിക്ക് ഇറങ്ങിയതാണ് മോഡലാണ്. എത്രയൊക്കെ ഇറങ്ങിയത്? 26,900 ആണെങ്കിൽ നിങ്ങൾ ഒരു ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്ലിപ്കാർട്ടോ ആമസോണോ നിങ്ങൾക്ക് ഓഫർ കിട്ടുന്ന എല്ലാ മേഖലയും നോക്കിയോളൂ, അന്വേഷിക്കുക. എന്നിട്ട് നേരെ ഈ വീഡിയോയുടെ പ്രൈസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ട് തോന്നിക്കഴിഞ്ഞാൽ, നല്ല കുറവുണ്ടെങ്കിൽ എന്തെങ്കിലും നല്ല കുറവുണ്ടെങ്കിൽ മാത്രം എന്നാണ് ആശാൻ പറയുന്നത്. അപ്പോൾ നേരെ ഇങ്ങോട്ട് പോരുക, വാങ്ങുക, പോവുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വാങ്ങാത്തവർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അത് നോക്കണ്ട. വാങ്ങിയവരുടെ ഫീഡ്ബാക്ക്, ഇവിടുന്ന് പർച്ചേസ് ചെയ്തവരുടെ ഫീഡ്ബാക്ക് അതേ അറിയേണ്ടിയുള്ളൂ, അതേ വേണ്ടിയുള്ളൂ. വിവോന്റെ X200 FE വെറും 45,000 രൂപ. 45,000 രൂപക്ക് ഇതേ വിവോയുടെ X200 FE. അല്ലതെന്താ കുത്തുമിനാറോ? ഇത് 1-2 പീസൊന്നല്ല കേട്ടോ. ഇത് X200 FEയുടെ മുതലാണ് ഇത് കിടക്കുന്നത്. ഫുൾ X200 തന്നെ, കാലി ബോക്സ് അല്ല, ഫുൾ ബോക്സ് പീസാണ് കേട്ടോ. ഫോണ് കൗണ്ടറിൽ കാലി എടുത്ത് വെക്കല്ല. ബോക്സ് ഉള്ളത് ബോക്സ് പീസ് എന്നായിട്ട് വെക്കും, അല്ലാത്തത് കൗണ്ടറിൽ അല്ലാതെ വെക്കും. ഇവിടെ കിടക്കുന്നുണ്ട് S സീരീസ്. ഇതൊക്കെ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് ആർക്കോ വേണ്ടി കൊണ്ടുവച്ചതുപോലെ വെക്കാൻ സ്ഥലമല്ലാതെ വെച്ചിരിക്കുക. 25 FE നമ്മൾ ഓഫർ വെക്കുന്ന റേറ്റ് എത്ര അറിയോ? വെറും 52,000 രൂപ. 512 GB. ഓൺലൈനിൽ ഇപ്പൊ എത്ര റേറ്റ് വരുന്നുണ്ടാവും ഇതിന്? 66 രൂപ. 66,000 രൂപ ഓൺലൈനിൽ ഇപ്പൊ പ്രൈസ് കാണിച്ചിരിക്കും. അതെ, മൊബിക്കോ കൊടുക്കുന്നത് 52 രൂപ. 52,000 രൂപ, 1 ഇയർ വാറണ്ടി. ഇനി S25 ആണോ? റേറ്റ് അന്വേഷിച്ച് നോക്കി. 78,000 രൂപയാണ് ഓഫർ റേറ്റ്.
നമ്മളെ റേറ്റ് 57,900. 57,900. S25 Ultra ആണെങ്കിൽ വെറും 92 രൂപ 1 ഇയർ വാറണ്ടിയിൽ. 1 ഇയർ വാറണ്ടിയിൽ സിം ഇട്ട് സമയം മുതൽ ഒരു വർഷത്തെ വാറണ്ടി ചാലു ആവും. സീരീസിൽ എല്ലാം നമ്മൾ വിശദമായിട്ട് വരുന്ന എല്ലാ മോഡലും ഉണ്ട് കേട്ടോ. ഇതൊക്കെ മൊത്തത്തില് പീസ് അല്ലാത്ത കാലി ഫോണുകൾ വേണമെങ്കിൽ ഇവിടെ കാണിച്ചത് എവിടെ പൊന്നിടാ അടിയിൽ കാണുന്നത് മുഴുവൻ S സീരീസാ. S23, S23 FE, S24 എല്ലാ മോഡൽ സ്റ്റോക്ക് ഉണ്ട്. ഇതേ ചുരുക്കി പറഞ്ഞാല് റേറ്റ് മാത്രല്ല, ഇത് കാണിച്ചു തരാനും കൂടി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ രാവിലെ 3 മണിക്കേ കഴിച്ചില്ലാവുള്ളൂ. S25 Ultra ഒക്കെ ഉണ്ടല്ലോ, വെറും 2 മാസം യൂസ്, ജസ്റ്റ് ബോക്സ് ഓപ്പൺ. യൂസ് എന്ന് അറിയാൻ ഉണ്ടാവില്ല, ഫ്രഷ് എങ്ങനെ അതുപോലെ തന്നെ ഉണ്ടാവും. ഇതിപ്പോ യൂസ് ചെയ്ത സാധനം ഇത് യൂസ് ചെയ്തതാ, പുതിയതല്ല. അല്ല, അത് കണ്ട ഇത് എനിക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയൂല. ഇത് എത്ര കൊടുക്കുന്ന റേറ്റ്? 88 രൂപ. 88,000 രൂപക്ക്. ഇത് ഏതാ സാധനം? ഏതാ? S25 Ultra. ഇനി S25 ഒക്കെ കാലി ഫോൺ മാത്രമേ 77 രൂപക്ക് അതുകൊണ്ട്. സാംസങ്ങിന്റെ ഫാൻസാരുണ്ടെങ്കിൽ കണ്ടുവെച്ചോ, അത് S സീരീസിന്റെ ഫാൻസാരുണ്ടെങ്കിൽ അതും കണ്ടുവെച്ചോ. S24 ആയിക്കോട്ടെ, S25 ആയിക്കോട്ടെ, ഏതൊക്കെ മോഡൽ വേണോന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഏതൊക്കെ ഇറങ്ങി അന്ന് ഇവിടെ സെക്കൻഡ് ആക്കി നമ്മൾ കൊടുക്കും. അതാണ് ഏറ്റവും വലിയ കോമഡി. സെക്കൻഡ് ഫോൺ ആക്കിയിട്ട് പുതിയ ഫോൺ കൊടുക്കുക. ഇനി അതുപോലെ തന്നെ എല്ലാവരും സംശയം റിയൽമിയിൽ എന്താ പൊട്ടിക്കല്ലേ? റിയൽമിന്റെ പുതിയ മോഡൽസ് ഒക്കെ പൊട്ടിച്ചിട്ട് 5,000, 6,000, 7,000 രൂപ കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. ഒരു വർഷത്തെ വാറണ്ടിയിൽ ഇതൊക്കെ കൊടുക്കുന്നത്. ഇനി ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ സാംസങ്ങിന്റെ A സീരീസ് വേണമെങ്കിൽ A56 ഒക്കെ ഇഷ്ടം പോലെ, A56, 36 പുതിയത് 40, 42 വരുന്നത്. നമ്മൾ കൊടുക്കുന്നത് 30 രൂപ, 31 രൂപ. A സീരീസ് ഏത് മോഡലാണെങ്കിലും A സീരീസിലുണ്ട്. ബോക്സ് പൊട്ടിക്കാത്തൊക്കെ 10,000 രൂപ കുറച്ചിട്ട് കസ്റ്റമർക്ക് ഇവിടെ വരിക, ഓൾക്ക് പൊട്ടിക്കുക കൊടുക്കുക. നമ്മൾ പൊട്ടിച്ച് വെച്ചല്ല, ഓൾക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ബോക്സ് പൊട്ടിക്കുക. സീൽഡ് പൊട്ടിക്കാത്ത പീസേക്ക് ഇവിടെ സീൽ പൊട്ടിക്കാത്തായിരിക്കും, കസ്റ്റമർക്ക് വരിക, പൊട്ടിക്കുക കൊണ്ടുപോവാ. ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ Reno സീരീസ്, Reno 14, 14 Pro, 13, 13 Pro പിടിച്ചിട്ട് എല്ലാ മോഡൽസും നമ്മളെ ഗെയിമേഴ്സിനുള്ള മെയിൻ സാധനം ഉണ്ടല്ലോ കിടക്കുന്ന അല്ലേ. ഇനി ഇതാ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ F31, 31 Pro Plus ഇതൊക്കെ പറഞ്ഞ പോലെ 4,000, 5,000 രൂപ കുറച്ചിട്ട്. ഇനി വിവോന്റെ V60 ഒക്കെ പോവുകയാണെങ്കിൽ ബോക്സ് പൊട്ടിക്കാത്ത തന്നെ 16 GB 512. ഇത് ബോക്സ് തീരെ പൊട്ടിക്കാത്തതാണ്, കസ്റ്റമർക്ക് വരിക, പൊട്ടിക്കുക. 37,900. 16 GB 512. 16 GB 512 ആണ്. ഇനി 12 GB 256 ആണെങ്കിൽ 36. നേരെ ഇങ്ങോട്ട് വരിക. അതാ ഇതുപോലുള്ള ബോക്സ് പീസ് ആയിരിക്കും. നിങ്ങൾ ഏത് ഷോപ്പ് പോയി കഴിഞ്ഞാലും ഇതുപോലുള്ള ബോക്സ് പീസ് നിങ്ങൾ റെഡി ക്യാഷ് കൊടുത്ത്, അല്ലെങ്കിൽ 128 GB ആണ് 29,900 അതും കൊടുക്കാം. 8256 ആണ് 31,900. റൈറ്റ് ഞാൻ പറഞ്ഞ എല്ലാത്തിനും അന്വേഷിക്കും. നിങ്ങൾ അവസാനം മൊബൈൽ വന്നത് എങ്ങനെയാണ് ഇതുപോലുള്ള പുതിയ ബോക്സ് പീസ് സെക്കൻഡിന്റെ പ്രൈസിന് കിട്ടാന്നുള്ളതിന്റെ വലിയൊരു മാജിക് ആണ് മൊബിക്കോ നടത്തുന്നത്, അല്ലെ? അതിപ്പോ ഏത് ഫോൺ ആയിക്കോട്ടെ, ഐഫോൺ ആയിക്കോട്ടെ, കഴിഞ്ഞ 5 വർഷക്കാലായി ഈ ഓൺലൈൻ ആയിട്ട് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 20 വർഷമായി ഞാൻ ഈ മൊബൈൽ മേഖലയിലുണ്ട്. 20 വർഷത്തെ നമ്മളെ എക്സ്പീരിയൻസ് ഈ മൊബൈൽ മേഖലയിലുണ്ട്. അതുകൊണ്ട് കസ്റ്റമർക്ക് എത്രത്തോളം കുറച്ച് കൊടുക്കാൻ കഴിയുമോ അത്രത്തോളം കുറച്ചിട്ട് ക്വാളിറ്റി ഫോണുകൾ കൊടുത്തിരിക്കും, അല്ലേ? ഫോൾഡ് 5 ഒക്കെ ഉണ്ട്. 52,000 രൂപയ്ക്ക് സാംസങ്ങിന്റെ ഫോൾഡ് 5 കൊടുക്കും. ഇനി ഫോൾഡ് ഒക്കെ ഉപയോഗിക്കണം താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. വലിയ പൈസ ഒന്നും കൊടുത്ത് വാങ്ങണ്ട. 160, 170 ഒക്കെ പുതിയ റേറ്റ്. 6 മാസത്തെ വാറണ്ടി നമ്മൾ കൊടുക്കുന്ന റേറ്റ് 52,000 രൂപ. 52,000 രൂപ കൊടുക്കും. ഈ മോളിലൊക്കെ നമുക്ക് പോവാം. അവിടുത്തെ കൂടി കാണിച്ചു കൊടുക്കാം. ആൻഡ്രോയിഡിന്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ഇനി വേറെ കാര്യം പറയട്ടെ, ഇപ്പോ ദീപാവലി ഓഫർ സെയിലാണ് നടക്കുന്നത്. നമ്മുടെ പർച്ചേസിന്റെ കൂടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഷുവർ ആയിട്ടുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഒരു ഗിഫ്റ്റ് കൊടുക്കും. ഒന്നല്ല കൊടുക്കുക, നമ്മൾ 2 കൊടുക്കും. 2 കൊടുക്കുന്നുണ്ട്. 2 കൊടുക്കും. ഒരു പർച്ചേസിന് കൂടെ 2 ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങ് തെറ്റി 3 കൊടുക്കും. ഒരു പർച്ചേസിന് കൂടെ 3 ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഒരു കൈ നിറയെ ഒരു കവർ നിറച്ച് ഒരു പർച്ചേസിനെ കൂടെ എന്ത് വാങ്ങി കഴിഞ്ഞാലും, ഇവൻ എന്തൊരു മൊബൈൽ വാങ്ങി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ, എന്തൊരു മൊബൈൽ വാങ്ങി കഴിക്കുകയാണെങ്കിലും ഒന്നല്ല 3 ഗിഫ്റ്റ്. ഇനി ഗിഫ്റ്റിന്റെ ക്വാളിറ്റി ഞാൻ പറഞ്ഞുതരാം. എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാവും ഗിഫ്റ്റ് എന്തെങ്കിലും പേരിന് കൊടുക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ 1000 രൂപയുടെ മുകളിലുള്ള ഗിഫ്റ്റ് ആണ് നമ്മൾ നമ്മളെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പോകുന്നത്. 1000 രൂപയുടെ മുകളിൽ വില വരും. ഇനി ഇത് ഗിഫ്റ്റ് മോശമാണെങ്കിൽ, ഞാൻ മുമ്പത്തെ വീഡിയോസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് നിങ്ങൾ മോശമാണെങ്കിൽ കൊണ്ടുവന്നിട്ട് ഈ ഗ്ലാസ്സിന് എറിഞ്ഞോളി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത്ര കോൺഫിഡന്റ് പറയാനുള്ള കാരണം എന്താ അറിയോ, ഈ ഗിഫ്റ്റ് അത്രയും ക്വാളിറ്റി ഉള്ള ഗിഫ്റ്റ് നമ്മൾ കൊടുത്തിരിക്കും. അതായത് ഗിഫ്റ്റ് മാത്രം 1000 രൂപന്റെ മുകളിൽ എന്തായാലും വരും, ഷുവർ ആയിട്ട് വരും എന്നുള്ളത്. 100% അപ്പൊ 1 അല്ല 2 അല്ല 3 ഗിഫ്റ്റ് ആണ് ഇവിടുന്ന് വാങ്ങുന്ന ഏത് ഫോണിന്റെ കൂടെയും കൊടുക്കാൻ പോകുന്നത്. ജസ്റ്റ് വീഡിയോ കാണുക, ലൈക്ക് അടിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാം.
ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതെ. മൊബിക്കോന്റെ വക 5 പേർക്ക് കിണ്ണം കാച്ചിയ ഗിഫ്റ്റ് ആണ് നൽകാൻ പോകുന്നത്. അടുത്ത വീഡിയോയിൽ ആരാണ് വിജയികൾ എന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരും. ഇവിടെ അടുത്തൊക്കെ ഉള്ളതാണ് നമ്മുടെ ഷോപ്പിൽ നിന്ന് നേരിട്ട് വന്ന് വാങ്ങിക്കുക, ഡയറക്റ്റ് വന്ന് വാങ്ങുകയും ചെയ്യാം. പുറത്തുള്ള ആളുകളാണെങ്കിൽ നമ്മൾ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. മുകളിലേക്ക് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഐഫോണ്, ഐപാഡ്, മാക്ബുക്ക്, ലാപ്ടോപ്പ്, ടാബ് ഉണ്ട്. ബൈജൂസ് ടാബ് എത്ര കൊടുക്കുന്നത്? 5990. 5990 ബൈജൂസ് ടാബ് കൊടുക്കുന്നത്. 26,000 രൂപ മുതൽ മാക്ബുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പ്രീമിയം മോഡലുകൾ, റേഞ്ചിലുള്ള മോഡൽ എല്ലാം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. റീഫർബിഷ്ഡ് ഒരിക്കലും നമ്മൾ ലാപ്ടോപ്പിന്റെ കേസിൽ ചെയ്യുന്നില്ല. മൊബൈലിന്റെ കേസിലാണെങ്കിൽ ഫ്രഷോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡോ. റീഫർബിഷ്ഡ് ഒരു സാധനം നമ്മളിവിടെ മൊബിക്കോയിൽ സെയിൽ ചെയ്യൂല. ഇതൊക്കെ ഫ്രഷ് പോലത്തെ പ്രീമിയം ലാപ്ടോപ്പൊക്കെ. അപ്പോൾ ഒരു ഫ്രഷ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും അതുകൊണ്ട് തന്നെ സെക്കൻഡിന്റെ പ്രൈസിന് കിട്ടണമെന്നുണ്ടെങ്കിലും നേരെ മൊബിക്കോയിലേക്ക് പോരാ. നമുക്ക് 0 ഡൗൺ പേയ്മെന്റിൽ ഫിനാൻസും കൊടുക്കാൻ പറ്റും. അവന്റെ ഒക്കെ 1 ഇയർ വാറണ്ടി വരുന്ന 60 റുപ്യാണ് പുതിയ റേറ്റ് വരുന്നത്. 1 ഇയർ വാറണ്ടി തന്നെ ഉണ്ട്. 1 ഇയർ വാറണ്ടി ബാലൻസ് ഉണ്ട്. 43,000 രൂപ. ഇതൊക്കെ കണ്ടോ, ഷിയോമിന്റെ പാഡ് 6 28,000 റുപ്യാണ് പുതിയ റേറ്റ് വരുന്നത്. കൊടുക്കുന്ന റേറ്റ് മൊബിക്കോ കൊടുക്കുന്ന റേറ്റ് 8GB 256 നമ്മൾ കൊടുക്കുന്ന റേറ്റ് 17,000 രൂപ. 17,000 രൂപക്ക്. അതെ. ബോക്സ് ഓപ്പൺ, ജസ്റ്റ് ബോക്സ് ഓപ്പൺ പീസ് ആണ്. 9,000 രൂപക്കാണ് ടാബ് കൊടുക്കുന്നത്. അതുപോലെ സാംസങ്ങിന്റെ ടാബ് A9+. സാംസങ്ങിന്റെ വരുന്നുണ്ട് 5G ആട്ടോ. 27 റേഞ്ചാണ് പുതിയ റേറ്റ് വരുന്നത്. നമ്മൾ കൊടുക്കുന്ന റേറ്റ് 18 രൂപ. ഇതൊന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ. ഇത് പൊട്ടിച്ചിട്ടുമില്ല. നേരത്തെ പൊട്ടിച്ചതാണെങ്കിൽ ഇത് സാംസങ്ങിന്റെ വരുന്നത് പൊട്ടിക്കാത്ത ബോക്സ് പീസ് ആണ്. കസ്റ്റമർക്ക് നേരെ ഇങ്ങോട്ട് വരിക, പൊട്ടിക്കുക, സെക്കൻഡ് ആയിട്ട് വാങ്ങിക്കൊണ്ടുപോവാ. ഇനി ചെറിയ ടാബ് വേണോ? 9,000 രൂപ. സാംസങ്ങിന്റെ തന്നെ 9,000 രൂപക്ക് നീറ്റ് ആൻഡ് കണ്ടീഷൻ ടാബ്. ലെനോവന്റെ പ്രീമിയം ടാബ്. കുറച്ചൊരു എക്സ് ഉണ്ടല്ലേ കാണാൻ, ഒരു എക്സ് ലുക്ക് ഉണ്ട്, പ്രീമിയം ലുക്ക് ആണ്. ഇഷ്ടം പോലെ കാണിച്ചു തരാം. മോഡല് വൈറ്റ് ആണത്. വൈറ്റ് ഉണ്ട്. ഇതൊക്കെ ഒരുപാട് നമ്മള് 1-2 മോഡലൊന്നും വെച്ചിട്ടല്ല വീഡിയോ ചെയ്യും. ഇതൊക്കെ ഒരു 25 പീസിന് ഇപ്പൊ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഇത് പുതിയ റേറ്റ് വരുന്നത് 26,000 രൂപ. നമ്മൾ കൊടുക്കുന്നത് വെറും 12 രൂപയ്ക്ക്. 12,000 രൂപ. ആരും ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ഫ്രഷ് പീസ് ടാബ്, പ്രീമിയം ടാബ്. ഇത് ടി മൊബൈൽ സാംസങ്ങിന്റെ ആണ്, ജപ്പാൻ വെർഷൻ ആണ്. നമ്മൾ നേരത്തെ മൊബൈൽ ഫോണിന്റെ കമ്പനി ബ്രാൻഡ് കണ്ടതിന്റെ ടാബാണ് ഇത്. ഇത് സാംസങ് തന്നെയാണ് വരുന്നത്, ജപ്പാൻ എഡിഷൻ ആണ്. ഇന്ത്യൻ പ്രൈസ് ഏതാണ്ട് 40,000 രൂപ റേഞ്ച് വരുന്നുണ്ട്. 40,000 വില വരുന്നതാണ്. സിം ഇടാം. ഡ്യുവൽ സിം ആണ്. ഡ്യുവൽ സിം 5G ആണ്. ഇന്ത്യൻ നെറ്റ്വർക്കിൽ 5G കിട്ടും. അതുപോലെ ഡബിൾ ക്യാമറ, അടിപൊളി ഡിസ്പ്ലേ ആയിട്ടുള്ള ഒരു സാധനം. പ്രൈസ് ആണ് നമുക്ക് അറിയേണ്ടത്. അതിനാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. പുതിയ റേറ്റ് നമ്മൾ കൊടുക്കുന്നത് വെറും 13,000 രൂപ. 13,000 രൂപക്ക് പുതിയ പീസ്. പക്ക യൂസ് ചെയ്യാത്ത നോൺ ആക്റ്റീവ് പീസ് ആണ് വരുന്നത്. ആരും ഉപയോഗിച്ചതായിരിക്കില്ല. ഇന്ത്യയിൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ. അത് ഫുള്ള് ടി മൊബൈൽ ആണ്. അതെ. ഇതൊക്കെ ഏതാണ്ട് ഒരു 50 പീസിന്റെ നമ്മളത്തെ സ്റ്റോക്ക് ഉണ്ടാവും. ഇത് ഈ കൗണ്ടറുകളും മുകളിലുള്ള സ്റ്റാൻഡുകളും മൊത്തത്തിൽ ഈ ടി മൊബൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ടാബാണ് കേട്ടോ. 13,000 രൂപക്ക്. വെറും 13 രൂപ. 13,000 രൂപക്ക് ഡ്യുവൽ സിം ഇടാ, 5G സപ്പോർട്ട് ചെയ്യുന്ന, ഇന്ത്യൻ സിം സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ടി മൊബൈൽ തന്നെ ടാബ്. ഡബിൾ ക്യാമറ വരുന്നുണ്ട്. അപ്പൊ ഈ ടാബിന് നമ്പർ സെപ്പറേറ്റ് തന്നെ കൊടുക്കാം. ടാബ്, ഐഫോൺ വേണ്ടി ഈ നമ്പർ, ടാബ്, ഐഫോൺ, ലാപ്പ് കാര്യങ്ങളൊക്കെ വേണ്ടി നമ്പർ കൊടുക്കാം. ഒരു നമ്പറും താഴെയുള്ള ആൻഡ്രോയിഡ് ഫോണുകൾ വേറെ നമ്പർ കൊടുക്കാം. എന്നാൽ തന്നെ നമുക്ക് പരാതി പരിധി വരെ പരിഹരിക്കാൻ കഴിയും. സാംസങ്ങിന്റെ പെന്നൊക്കെ വരുന്ന ടൈപ്പ് വേണോ? അത് നമ്മുടെ സ്റ്റോക്ക്. എന്തൊക്കെ പുതിയ 10-45 രൂപ വരുന്നതാണ്. 25,000 രൂപക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഐപാഡിൽ വേണമെങ്കിൽ ഐപാഡ് കുറെ ആൾക്കാർ ചോദിക്കുന്ന സാധനമാണ്. ഐപാഡൊക്കെ 14,700, 19,500, 15,500, 17,500 ഒക്കെ നല്ല 40,000, 50,000 രൂപ വരെ വന്നിരുന്ന സാധനമാണ് ചെറിയ പൈസയൊക്കെ കൊടുക്കുന്നത്. A16 എന്ന മോഡല് 35,000 രൂപയാണ് പുതിയ റേറ്റ് വരുന്നത്. 1 ഇയർ വാറണ്ടി, ബോക്സ് ഓപ്പൺ 1 ഇയർ വാറണ്ടി ബാക്കി നിൽക്കുന്നുണ്ട്. ഫുള്ള് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. 5,000 രൂപ ഓഫറിൽ 30,000 രൂപ കൊടുക്കാം. പൊതുവേ ചോദ്യം വരുന്നുണ്ടായി, നിങ്ങൾ എന്താ ഐഫോൺ ചെയ്യാത്തെന്നുള്ള പരാതി, ഫോൺ പൊട്ടിച്ചോട്ടെ കാത്ത്. ആ പരാതി നമ്മൾ തീർക്കാൻ പോവാണ്. ഐഫോണിന്റെ എല്ലാ മോഡലും 13, 14, 15, 16, 17 വരെ. ഇനി പ്രോ സീരീസിലാണ് 13, 12 Pro മുതൽ 13 Pro, 14 Pro, 15 Pro, 16 Pro, 17 Pro സെക്കൻഡ് വരാനാവുന്നേ ഉള്ളൂ കേട്ടോ. എല്ലാ മോഡലും 13, 14, 15 ഒക്കെ സെക്കൻഡ് ലൈറ്റ് യൂസ്ഡുകൾ കമ്പനി വാറണ്ടിയിൽ ഇല്ലാത്ത വെച്ചിട്ട് എല്ലാ മോഡലും, എല്ലാ കഥകളും. ഐഫോൺ ഫാൻസാരെ പരാതി തീർത്തുകൊണ്ട് മൊബിക്കോ ഒരു ഐഫോണിന്റെ ചാകര തന്നെ ഇറക്കിയിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അടുത്ത വീഡിയോക്ക് വരുമ്പോ
ഇനി നിറഞ്ഞിരിക്കും വരെ നമ്മൾ നിറയ്ക്കും. ഐഫോണിന്റെ നിങ്ങൾ ഇപ്പൊ പല സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച ബ്ലൂ കിട്ടിക്കോളുന്നില്ല, ഗോൾഡ് കിട്ടിക്കോളുന്നില്ല, അല്ലെ 12 Pro കിട്ടിക്കോളുന്നില്ല, 30 Pro കിട്ടിക്കോളുന്നില്ല. ഇത് ഏതൊക്കെ വേണോന്നുണ്ടെങ്കിലും 30 Pro വേണോ, 30 വേണോ, ഏത് വേണമെങ്കിലും 512 വേണോ, ഏത് വേണോന്നുണ്ടെങ്കിലും നിങ്ങൾ വന്നാൽ മതി. സ്റ്റോക്ക് ഇല്ലേ 1-2 മണിക്കൂറിനുള്ളിൽ നമ്മൾ എത്തിച്ചേരും. 2 മണിക്കൂറിനുള്ളിൽ അതിനും പറ്റിയിട്ടില്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങളെ വീട്ടിലേക്ക് എത്തിച്ചേരും. സാധനം എത്തിച്ചേരും. മൊബൈലായിട്ട് ബന്ധപ്പെട്ട് മൊബൈല്, ലാപ്ടോപ്പ്, ഐപാഡ്, ടാബ്, മാക്ബുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ കൊടുവള്ളി മൊബൈൽ കൊണ്ടുപോയി നിങ്ങൾക്ക് പറ്റിയ ബഡ്ജറ്റിലുള്ള സാധനം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും, കൊടുത്തിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ പരാതി പറയരുത്, ഒന്ന് മെസ്സേജ് അയച്ചിടുക. എന്തായാലും 24 മണിക്കൂറിനുള്ളിൽ മറുപടി നിങ്ങൾക്ക് കിട്ടിയിരിക്കും, റിപ്ലൈ തരും. ഇനി ലൊക്കേഷൻ ചോദിച്ചിട്ട് വിളിച്ചിട്ട് കിട്ടിയില്ല ഒന്നും പേടിക്കേണ്ട. ഗൂഗിൾ മാപ്പ് കയറുക, മൊബിക്കോ കൊടുവള്ളി നടിക്കുക, നേരെ ഇതിനെ നേരെ മുന്നിൽ എത്തിച്ചേരും അല്ലേ. അപ്പം ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫോൺ നമ്പർ കാര്യങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. സമയം അതിക്രമിച്ചിട്ടോ, കാരണം ഇനി നമ്മൾ ഇവിടെയുള്ള എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് സമയം നീളും, വീഡിയോയുടെ ലെങ്ത് കൂടും. അതിലേക്കൊന്നും കടക്കുന്നില്ല. നേരിട്ട് വന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഓരോന്നും വാങ്ങാനുള്ള സൗകര്യമാണ് മൊബിക്കോ നടത്തുന്നത്. അത് ടാബ് ആയിക്കോട്ടെ, ലാപ്ടോപ്പ് ആയിക്കോട്ടെ, ഐഫോൺ ആയിക്കോട്ടെ, ആൻഡ്രോയിഡ് ഫോണിന്റെ സെക്ഷൻ ആയിക്കോട്ടെ, എല്ലാത്തിനും ഒരൊറ്റ പ്ലാറ്റ്ഫോം. അതെ അല്ലേ, അതാണ് മൊബിക്കോ. ഈ സമയമായിട്ടാണ് ഏതാണ്ട് നമ്മൾ 15ഓളം സ്റ്റാഫുകളും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ഇപ്പൊ നമുക്ക് എല്ലാരെയും ഒഴിവാക്കിയിട്ട് നമ്മൾ മാത്രം ഇത്രയും സമയം കഴിഞ്ഞിട്ടും ഏകദേശം 2 മണിയോട് എടുക്കാനായി, രാത്രി 2 മണിക്കാണ് ഇപ്പോഴത്തെ ഈ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 5 പേർക്കുള്ള ഗിഫ്റ്റ് നിങ്ങളെ അഡ്രസ്സിലേക്കോ അല്ലെങ്കിൽ നേരിട്ടോ നിങ്ങൾക്ക് വന്ന് വാങ്ങാം. അടുത്തുള്ള ആൾക്കാണ് നേരിട്ട് വന്നിട്ട് വാങ്ങിക്കുക, അല്ലെങ്കിൽ നമ്മൾ അവരെ വീട്ടിലേക്ക് കൊറിയറും അയച്ചു തരും കേട്ടോ. ചെയ്യേണ്ട വേറൊന്നുമില്ല, നമ്മളെ ഫോളോ ചെയ്യണമെന്ന് നമ്മൾ പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട എന്തും കമന്റ് ചെയ്യുക, അതുകൊണ്ട് തന്നെ ഒരു ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷെയർ ചെയ്തവരിൽ നിന്നിട്ട് കമന്റ് ചെയ്തവരിൽ നമ്മൾ പിക്ക് ചെയ്തിട്ട് 5 പേർക്ക് നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പായിട്ടുള്ള സമ്മാനം കൊടുക്കും കേട്ടോ. അപ്പോൾ ഏതായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഒരു ഷോർട്ട് ബ്രേക്ക്.